ബിഗ് ബോസ് മലയാളം സീസൺ 6-ന്റെ 13ാമത്തെ ആഴ്ച ഫിനാലേക്ക് തൊട്ടു മുൻപുള്ള ആഴ്ച. ബിഗ് ബോസ് വീടിനുള്ളിൽ ഒരു പുതിയ ബിഗ് ബോസ് കൂടി ഉണ്ടായാലോ? സംഗതി ഇങ്ങനെയാണ്. ഈ ആഴ്ച വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ടാസ്ക്കാണ് നാട്ടുരാജാവ് എന്ന് പറയുന്ന ടാസ്ക്. ബിഗ് ബോസ് വീട്ടിലെ ഒരംഗം അധികാര ചിഹ്നങ്ങളോടുകൂടി ബിഗ് ബോസ് വീട്ടിലെ രാജാവായി തിരഞ്ഞെടുക്കപ്പെടുകയും അദ്ദേഹത്തിന് ബിഗ് ബോസ് വീട്ടിൽ ചില നിയമങ്ങൾ കൊണ്ടുവരാനുള്ള അധികാരം ഉണ്ടാവുകയും ചിലരെ ശിക്ഷിക്കാനും ചില കാര്യങ്ങൾ നടപ്പ് വരുത്താനുമുള്ള അധികാരങ്ങൾ നൽകുന്നുണ്ട്. പലരിലൂടെ അവരുടെ അധികാര ചിഹ്നങ്ങൾ കൈമാറി മറ്റു പലരിലേക്കും രാജാധികാരം എത്തുന്നുണ്ട്. ആഴ്ചയിലെ ബുധനാഴ്ചത്തെ ലൈവിൽ ജിൻഡോയാണ് ബിഗ് ബോസ് വീട്ടിലെ നാട്ടുരാജാവായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഈ രാജാവിന് വേണമെങ്കിൽ തന്റെ അധികാരം മറ്റൊരാൾക്ക് കൈമാറാനുള്ള അവകാശമുണ്ട്. അങ്ങനെ ജിൻഡോ തൻ്റെ അധികാരം മറ്റൊരാൾക്ക് നൽകാൻ വേണ്ടി കണ്ടെത്തിയ മാർഗമാകട്ടെ ബിഗ് ബോസ് തൻ്റെ ടാസ്കുകൾ നടത്തുന്ന അതേ രീതി. ബിഗ് ബോസുകൾ പല ടാസ്കുകൾ നടത്തി അതിൽ പോയിന്റുകൾ അനുസരിച്ച് ഒരാളെ ക്യാപ്റ്റൻസിയിലേക്കോ അല്ലെങ്കിൽ ആ ആഴ്ചത്തെ ഗെയിമിലേക്കോ ടീമിലേക്കോ ഒക്കെ തിരഞ്ഞെടുക്കുന്നത് പോലെ ജിൻഡോയും ഏതാനും ടാസ്കുകൾ നടത്തി ബിഗ് ബോസ് വീട്ടിലെ മത്സരാർത്ഥികളെ അവർക്ക് കിട്ടിയ വിജയങ്ങളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ പോയിന്റുകളുടെ അടിസ്ഥാനത്തിൽ അടുത്ത രാജാധികാരം നേടാൻ വേണ്ടി തിരഞ്ഞെടുക്കുകയായിരുന്നു. അങ്ങനെ ജിൻഡോ നടത്തിയ മത്സരങ്ങളിൽ വിജയിയായി ബിഗ് ബോസ് വീട്ടിലെ റാണിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ജാസ്മിൻ തന്നെയായിരുന്നു. ഏതായാലും ബിഗ് ബോസ് വീടിനുള്ളിൽ തന്നെ നിന്നുകൊണ്ട് ബിഗ് ബോസ് നടത്തുന്നത് പോലെ ചെറു മത്സരങ്ങളും മറ്റും നടത്തി ഒരു ചെറു ബിഗ് ബോസ് ആയി മാറാൻ ശ്രമിച്ചിരിക്കുകയാണ് ജിൻഡോ. ഒരു പരിധിവരെ ജിൻഡോയുടെ ആ ഒരു ശ്രമം ശ്രദ്ധിക്കപ്പെടുകയും വിജയിക്കുകയും ചെയ്തിട്ടുമുണ്ട്.